നിന്ന യുവാവിന് പോലീസുകാരന്റെ മർദ്ദനം. തൃശൂർ കൊരട്ടി സ്വദേശി സിദ്ധാർത്ഥിനാണ് മർദ്ദനമേറ്റത്. മഴ പെയ്തപ്പോൾ റോഡരികിലെ കടയുടെ മുൻപിൽ കയറി നിന്നതായിരുന്നു യുവാവ്. ഈ സമയം ഇവിടെ എത്തിയ CPO വിനുകുമാറാണ് സിദ്ധാർത്ഥിനെ അകാരണമായി മർദ്ദിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ അകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിനുകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സഹപ്രവർത്തകനെ രക്ഷിക്കാൻ കൊരട്ടി പോലീസ് ഒത്തുകളിച്ചതായും ആരോപണമുണ്ട്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഈ മഴ പെയ്ത സമയത്ത് ഈ നീതി മെഡിക്കൽസിന്റെ ഫ്രണ്ടിൽ ആ ഷീറ്റ് ഇട്ട് അങ്ങോട്ട് കയറി നിൽക്കായിരുന്നു. ആ നിൽക്കുന്ന ടൈമിൽ അവിടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു യൂണിഫോമിലല്ലാത്ത ഒരാൾ വന്ന് എൻ്റെ മേത്തേക്ക് തട്ടി. നീ എന്താന്ന് ചോദിച്ചു. എന്താന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ കടയാണോ, നീ എന്തിനു നേരത്തെ ഇവിടെ നിൽക്കും? അങ്ങനെയൊക്കെ ഭയങ്കര മോശമായിട്ട് എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാള് വേഗം തന്നെ എൻ്റെ ബാഗ് തട്ടിപ്പറിക്കാനുണ്ടായി. ബാഗ് തട്ടിപ്പറിച്ച് ബാഗിലത്തെ സാധനങ്ങളെല്ലാം പുള്ളി പുറത്തേക്കിട്ട് വലിച്ചെറിയൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നെ തല്ലാന്നുണ്ടായി. ആദ്യം എൻ്റെ ഈ സൈഡിലുള്ള തല്ല്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തല്ലാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി വീണ്ടും എന്നെ തല്ലി. അപ്പം അത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നെ കാണിച്ചത് നിന്നെ ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്നെ തൂഫാനിൽ ഞാൻ നിന്നെ കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാമെന്ന് എന്നോട് വീണ്ടും പറഞ്ഞു. അപ്പോഴും പുള്ളി ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പുള്ളി ഞാനപ്പോൾ പറഞ്ഞു, എനിക്ക് അച്ഛനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നെ നെറ്റിയുമിട്ട് വീണ്ടും ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ തറയിൽ വീണു കിടക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ഇരുന്നു, കുറേ നേരം അവിടെ ഇരുന്നു. അച്ഛൻ വരാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോഴാണ് അച്ഛനും പിന്നെ കൊരട്ടി സ്റ്റേഷനിലെ ബാക്കി കുറേ സാറുമാരും തന്നെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുണ്ടായേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നു പോക്കറ്റിൽ നിന്ന്. അപ്പോൾ വീഡിയോ എടുക്കാനെടുത്ത പുള്ളി വേഗം എന്നെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ചില്ല് കാര്യങ്ങളെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോൺ അത് കഴിഞ്ഞ് ഈ ഒപ്പം നിന്ന പോലീസുകാരനാണ് പുള്ളി മൊബൈൽ കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് ആ മൊബൈൽ പുള്ളി എനിക്ക് തന്ന് ഞാൻ വീട്ടിലെത്തി പോകാൻ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ആകെ പൊട്ടിച്ചേക്കായിരുന്നു.